ദക്ഷിണേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി വിതച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. ഇന്ത്യ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും മേഖലയിലെ സമാധാനം അപകടത്തിലാണെന്നും പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യുദ്ധമുഖത്ത് നിന്ന് പിന്മാറണമെന്നും അർത്ഥവത്തായ ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും സർദാരി ആവശ്യപ്പെട്ടു. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് ഏക വഴിയെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ സമാധാനത്തിന്റെ വക്താവാണെന്നും യുദ്ധം ഒരിക്കലും ശുപാർശ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തെ സർദാരി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഇതിനെ ഹൈഡ്രോ ടെററിസം അഥവാ ജലഭീകരവാദം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജലപ്രവാഹത്തെ ഇന്ത്യ ആയുധമാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 1960 നിലവിൽ വന്ന സിന്ധു നദീജല കരാർ ലംഘിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ കരുതുന്നു. പാകിസ്ഥാന്റെ കൃഷിയും സാമ്പത്തിക വ്യവസ്ഥയും ഈ നദികളെ ആശ്രയിച്ചാണെന്നിരിക്കെ ഇന്ത്യയുടെ തീരുമാനം രാജ്യത്തെ വരൾച്ചയിലേക്ക് തള്ളിവിടുമെന്ന് സർദാരി ഭയപ്പെടുന്നു. ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന നയതന്ത്രപരവും ധാർമ്മികവുമായ പിന്തുണ തുടരുമെന്ന് സർദാരി ആവർത്തിച്ചു. കശ്മീർ പ്രവേശനം പരിഹരിക്കാതെ ദക്ഷിണേഷ്യയിൽ ഒരിക്കലും ശാശ്വതമായി സമാധാനം ഉണ്ടാകില്ലെന്നാണ് പാകിസ്ഥാനി പക്ഷം. കശ്മീർ താഴ്വരയിലെ സൈനിക നടപടികൾ അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മേഖലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ചു. ഇന്ത്യയുമായുള്ള തർക്കങ്ങൾക്ക് പുറമെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള ഭീകരവാദ ഭീഷണികളെക്കുറിച്ചും സർദാരി ആശങ്ക പ്രകടിപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഭീകര സംഘടനകൾ ശക്തി പ്രാപിക്കുന്നത് പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാണ്. അഫ്ഗാനിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ നൽകിയ റിപ്പോർട്ട് സർദാരി തന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചു. ഈ മുന്നറിയിപ്പ് അവഗണിച്ചാൽ ഏതൊരു രാജ്യവും വലിയ ദുരന്തങ്ങൾക്ക് ഇരയായേക്കാമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭീകര സംഘങ്ങളെ തടയുമെന്ന ദോഹ കരാറിലെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് സർദാരി കുറ്റപ്പെടുത്തി. അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാൻ പാകിസ്ഥാൻ തങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങൾ പരമാവധി ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പാകിസ്ഥാന്റെ മണ്ണ് പവിത്രമാണെന്നും അവിടെ ഭീകരവാദം അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളെക്കുറിച്ചും സർദാരി പ്രസംഗിച്ചു. ഇറാനെതിരായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച അദ്ദേഹം ആയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ട സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനെയും സർദാരി അപലപിച്ചു. മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഐക്യത്തിന് പാകിസ്ഥാൻ മുൻഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രതിരോധ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളെ നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. സർദാരിയുടെ പ്രസംഗത്തോടുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ഉറ്റുനോക്കപ്പെടുകയാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനാണെന്ന് ഇന്ത്യ കാലകാലങ്ങളായി ഉന്നയിക്കുന്ന ആരോപണമാണ്. നദീജല കരാറിൽ മാറ്റം വരുത്താൻ ഇന്ത്യ തീരുമാനിച്ചത് പാകിസ്ഥാന്റെ ഭീകരവാദത്തോടുള്ള സമീപനം കാരണമാണെന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് ജലഭീകരവാദമാണെന്ന് കാട്ടി അന്താരാഷ്ട്ര തലത്തിൽ പരാതിപ്പെടാനാണ് പാക് നീക്കം. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചകൾക്കുള്ള സാധ്യത വളരെ കുറവാണ്. സർദാരിയുടെ പ്രസംഗം ആഭ്യന്തരമായി ജനങ്ങളെ ഒന്നിപ്പിക്കാനാണോ അതോ അന്താരാഷ്ട്ര തലത്തിൽ സഹതാപം പിടിച്ചുപറ്റാനാണോ എന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാകുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള ജനങ്ങളെയും പ്രവാസികളെയും ഒരുപോലെ ബാധിക്കുന്നു. യുദ്ധം എന്ന വാക്ക് പ്രയോഗിക്കുന്നത് മേഖലയിലെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ദക്ഷിണേഷ്യയിലെ രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇടപെടണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. സിന്ധു നദീജല കരാറിൽ ലോകബാങ്കിന് മധ്യസ്ഥ പദവിയുണ്ട്. അതിർത്തികളിൽ സൈനിക ജാഗ്രത തുടരുന്നിടയിലാണ് സർദാരിയുടെ ഈ പ്രകോപനപരമായ പ്രസംഗം വരുന്നത്. ഇത് അതിർത്തിയിലെ സംഘർഷം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. സർദാരിയുടെ പ്രസംഗം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ തങ്ങളുടെ നയതന്ത്ര നിലപാടുകൾ വരും ദിവസങ്ങളിൽ വ്യക്തമാക്കുമെന്ന് കരുതപ്പെടുന്നു. യുദ്ധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന ആരോപണവും ജലഭീകരവാദം എന്ന പ്രയോഗവും ഇന്ത്യ പാക് ബന്ധം വീണ്ടും വഷളാക്കുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. സമാധാനത്തിനായുള്ള ചർച്ചകൾക്ക് പകരം ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം ലഭിക്കുന്നത്.